റസ്മിൻ ജാസ്മിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത ആ ഇഷ്യൂല് അപ്പൊ റസ്മിൻ അപ്പൊ യെല്ലോ കാർഡാണ് ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ 2 ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിലുമാണ് ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ പുറത്താക്കേണ്ടത് തന്നെയായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒതുക്കി തീർത്തു. അത് മാത്രമല്ല, റസ്മിനോട് കാര്യമായിട്ടൊന്നും ലാലേട്ടൻ പറയുന്നതായിട്ട് കേട്ടില്ല. മറ്റുള്ള ആളുകളോടൊക്കെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചോദിക്കുന്നുണ്ടെങ്കിലും റസ്മിനോട് ഒരുപാടൊന്നും പറഞ്ഞൊന്നുമില്ല. വളരെ സങ്കടമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് റസ്മിന് യെല്ലോ കാർഡ് ലാലേട്ടൻ കാണിച്ചത്. അത് കഴിഞ്ഞ് 2 ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിലും ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇനി എന്തായാലും ഒരു നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ റസ്മിൻ പുറത്താകുക തന്നെ ചെയ്യും. പണ്ടേ പുറത്താകേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് റസ്മിൻ. പുള്ളിക്കാരി ഇവനെ തെറ്റുപറ്റിപ്പോയി അക്സെപ്റ്റ് ചെയ്യണമെന്ന് ലാലേട്ടനോട് പറയുകയുണ്ടായി. സിജോ പറഞ്ഞു പുള്ളിക്കാരി ചെയ്തത് വളരെയധികം മോശമായിരുന്നു എന്ന്, തനിക്ക് പരാതി ഉണ്ടായിരുന്നു എന്നൊക്കെ സിജോ പറയുകയുണ്ടായി. ആ സംഭവം നടന്നതിന് ശേഷവും ജാസ്മിൻ ആ ആക്ട് അതുപോലെ തന്നെ ചെയ്തതൊക്കെ വളരെ വിഷമമായി എന്നുള്ള രീതിയിലാണ് സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിജോ പിന്നെ പറയുകയുണ്ടായി ലാലേട്ടനോട്, ആരെങ്കിലും ഒന്ന് കൈ പൊക്കിയാൽ പോലും സിജോ ഇനി തൊട്ട് പരാതിപ്പെടും എന്നുള്ളത്. കാരണം ആ ഒരു അവസ്ഥയിൽ പുറത്തു പോയ ഒരാളാണ് താനെന്നും ഇനി അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി ആരും ഇവിടുന്ന് പുറത്തു പോകരുത് എന്നുള്ള രീതിയിലാണ് സിജോ സംസാരിച്ചത്. റസ്മിന് അത്രയും പണിഷ്മെന്റ് മതിയായിരുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?